തൃശൂർ പൂരം നടത്തുന്നതിൽ തീരുമാനം നാളെ രാവിലെ കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ പങ്കെടുക്കും. വെടിക്കെട്ട് ഉപേക്ഷിക്കാനാണ് സാധ്യത. ഒരു വർഷത്തെ തയ്യാറെടുപ്പിനൊടുവിൽ തൃശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ നടക്കവെയാണ് അപ്രതീക്ഷിതമായി ദുരന്തമെത്തിയത്. തിരുവമ്പാട് ദേവസ്വത്തിന്റെ പൂരാഘോഷ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. വർഷങ്ങളായി വെടിക്കോപ്പ് നിർമ്മാണത്തിന് കൂടെ നിന്നവർ ഇന്ന് ഒപ്പമില്ല. ഈ സാഹചര്യത്തിൽ പൂരം നടത്തുന്ന കാര്യമാണ് അധികൃതരെ കുഴപ്പിക്കുന്നത്. സർക്കാരിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും ജനവികാരം കണക്കിലെടുക്കുമെന്നും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ അറിയിച്ചു. സർക്കാരും ഇവിടുത്തെ നമ്മുടെ ഭരണകൂടത്തിൽ ഏതൊക്കെ ആൾക്കാരുണ്ട് അവരെല്ലാം കൂടിയുള്ള തീരുമാനം, ദേവസ്വങ്ങളും അതുപോലെ മറ്റ് ഘടകപൂരങ്ങളുടെ ആൾക്കാരായി എല്ലാവരും കൂടിയായിട്ടുള്ള തീരുമാനപ്രകാരമായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ജില്ലാ ഭരണകൂടം ആയിട്ട് ആലോചിച്ച് ആചാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡായ അപ്രോച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ പൂരം ആഡംബരം കുറച്ച് നടത്തിയ അനുഭവങ്ങൾ മുന്നിലുണ്ട്. മുൻപ് അപകടം നടന്ന സമയങ്ങളിൽ വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തിയിട്ടുണ്ട്. പലപ്പോഴും എഴുന്നള്ളിപ്പിൽ ആനകളുടെ എണ്ണം കുറച്ചും ആഡംബരം കുറച്ചും പൂരം നടന്നിട്ടുണ്ട്. കോവിഡ് കാലത്ത് പൂരം ചടങ്ങ് മാത്രമായി നടന്നു. ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തിയും ഒപ്പം ഒരു അപകടം വന്ന സ്ഥിതിയിൽ നമ്മൾ ആഘോഷങ്ങൾ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അവസാനം പാറമേക്കാവിന്റെ വെടിക്കോപ്പുകൾ പാലക്കാട് നിന്നും പോലീസ് സീസ് ചെയ്തു. മുൻകരുതലിന്റെ ഭാഗമായാണ് കൊല്ലങ്കോട് വെച്ച് പോലീസിന്റെ നടപടി. മീഡിയ 1 തൃശൂർ.